ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം മാളവിക ഗെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്, മൈൻക്രാഫ്റ്റ്. ഇത് ക്രിയേറ്റീവ് ആണെങ്കിലും ഞാനിതിപ്പോൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ഏകദേശം എനിക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു വീടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു സ്പോണായിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ എങ്ങോ ആയിരുന്നു സ്പോണായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ നോക്കി, സ്പോണായ ഏരിയയിലോട്ട് ചെല്ലാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ ഏതൊക്കെയോ വഴി ചുറ്റിക്കറങ്ങി എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ അവിടെ ഇതായി, എനിക്കത് പറയാൻ കിട്ടത്തില്ല. സ്റ്റോപ്പായി എവിടേക്കോ എത്തിയിട്ടുണ്ട് ഞാൻ. അപ്പം ഇന്നത്തെ ഗെയിം മൈൻക്രാഫ്റ്റാണ്. എത്രയും പെട്ടെന്ന് ഒരു വില്ലേജ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണെന്നറിയില്ല, ഡിലീറ്റായി. ഞാനതൊക്കെ നോക്കിയിരുന്നു. എങ്ങനെയെങ്കിലും വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് കിട്ടുന്നു. ഇത് വീഡിയോ തുടങ്ങിയത് പെട്ടെന്ന് കിട്ടിയില്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഇതെന്തായാലും നല്ലൊരു ഏരിയയാണ്, നല്ലൊരു കടലുണ്ട്, നമുക്ക് പറ്റിയൊരു പ്ലെയിൻ ഏരിയ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ഇവിടെ എവിടെയോ ആയിരുന്നു ഞാൻ സ്പൂണായത്, അവിടെ എങ്ങാണ്ട. ഇവിടെ ഞാൻ പരത്തിയിട്ടിട്ട് പോയി, പക്ഷെ അവിടെ വില്ലേജ് അപ്പോഴും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഇവിടെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ഞാനേ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നോക്കട്ടെ. അവിടെ ഇവിടെയൊക്കെ നമ്മൾ എൻ്റെ വീട് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് പാർട്ട് 2 തീരുക, പാർട്ട് 1 എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയാണ് റെഡിയാക്കിയത് എന്തായിരുന്നു. അപ്പം ഇതാണ് ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗം. അപ്പം സ്റ്റെപ്പ് വേണം ഫസ്റ്റ്. എന്തായാലും എൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ്. പിന്നെ എനിക്ക് ഏകദേശം എൻ്റെ മൈൻഡിൽ ഒരു വീട് പണിയാൻ ഞാനങ്ങ് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഏകദേശം ഇങ്ങനെ അപ്പം നമ്മളെന്താ പറയുക, ഈ ഒരു വില്ലേജില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന വില്ലേജ് നമ്മൾ ഒരു പാർട്ട് 3 ഇത് നല്ല സെറ്റപ്പ് ആക്കിയെടുക്കും. സോളോവൈലൊക്കെ സർവൈവൽ ചെയ്തിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ എളുപ്പം പറക്കാൻ വേണ്ടിയിട്ട് ഈ സമയം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പണിഞ്ഞു. ഇനി നമ്മൾക്ക് കയറി വരുന്ന ഭാഗത്തിന് ഇതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കയറി വരും. ഓക്കെ, ഇതിങ്ങനെ അധികമൊന്നും ഇങ്ങനെ ഓക്കെ. ഇവിടെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഇത് മാത്രമൊന്നുമില്ല, ഇതിനൊരു ഒരെണ്ണത്തൊക്കെ ശ്രമിക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. TV വെക്കാൻ വേണ്ടി നിങ്ങൾ നല്ലോണം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനും റെഡിയാക്കുക. നിങ്ങളിതൊന്നും എനിക്ക് തന്നില്ല. ഗണ്ണുണ്ടായിരുന്നു കൂടി ചൂലായിരുന്നു. ഓക്കെ, ഓക്കെ, ഇങ്ങനെ മതി. എന്നിട്ട് ഇവിടെ ഒരു പൊട്ടിക്കുക. ഇങ്ങനെ ഒരു കയറ്റം ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ ഒരു വാതിൽ വരും, നല്ലൊരു വാതിൽ സെലക്ട് ചെയ്യും. ഇത് മതിയായിരിക്കില്ല. ഓക്കെ, വെക്കാനും പറ്റുന്നില്ല. ഇനി ഇങ്ങനത്തെ വെക്കാൻ പറ്റുമോ?
ഇതൊരൊറ്റ ബ്ലോക്കായില്ലേ? ഇങ്ങനെ വെച്ചാൽ റെഡി ആവില്ലേ? ഓ, ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചു ഈ വാതിൽ ഇങ്ങനെ തന്നെ വെക്കാണ്. ഇനി ഇത് ഞാൻ ഡെക്കറേഷനിൽ വെച്ചതാണ്. ഫസ്റ്റ് ഡാർക്ക് ബ്ലൂ, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ വയലറ്റ്, പിന്നെ പിങ്ക്. നേരെ അങ്ങനെ 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 വേണമെങ്കിൽ നമുക്ക് കളിക്കാം. ഇതിവിടെ നിന്ന് ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചാടാം, ഇങ്ങനെ കളിക്കുക ചെയ്യാം. വാതിൽ തുറന്നു വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു 5 അങ്ങനെ ഒരു ഇവിടെ ഒരെണ്ണം മതി. ഒരു 2 ഓക്കെ. ഇതിങ്ങനെ വന്നു. അപ്പോഴും ഇവിടെയൊക്കെ ടൈലിടണ്ടേ? ഇങ്ങനെ ഇത്രയും ഉള്ളില് കയറി വരുന്നിടത്തും ഒരു കുഞ്ഞ് 2 മിനിറ്റ് ഇട്ടേക്കാം. ഈ കൂടുതൽ വീടുകളിൽ ഈ റെഡ് വന്നിട്ടാണ് നമുക്ക് റെഡ് ആണ് ഇടുക. അപ്പം ഇങ്ങനെ കയറി തുറന്ന് അപ്പം ഇതിന് സൈഡ് ഏരിയ വേണ്ടേ? അതിൻ്റെ കാര്യം നോക്കാം. ഇവിടെ എന്തായാലും നമുക്ക് ഏത് കട്ട ഇടുന്ന ഇവിടെ ആദ്യം നോക്കാം. ഇവിടെ ഈ കട്ട ഉണ്ട്, അല്ലെങ്കിൽ ബ്രൗൺ കട്ട ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കയറ്റാം. നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നില്ല. ഇതേപോലെ ഒരു വീട് നമ്മൾ സർവൈവലിൽ ഉണ്ടാക്കിയിരിക്കും. നോക്കി നോക്കി സർവൈവൽ ഇങ്ങനെ വീടുണ്ടാക്കാന്നുണ്ടെങ്കിലേ നല്ല ടൈം പോവും. അതാണ് എല്ലാത്തിനും നമുക്ക് ഓരോ ടൈം വേണം. കയ്യും കണക്കൂല്ലാണ്ട് നേരെ നമ്മൾ ചെയ്ത് കൂട്ടാൻ പാടില്ല. ഇത് ഞാൻ എൻ്റെ മൈൻഡ് കിട്ടിയതാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യും. ഇത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അധികം ഇങ്ങനെ സംസാരിക്കാതെ ഇരിക്കുന്ന ഞാൻ കുറച്ച് മാറ്റം ബെഡ് വെച്ച് തൽക്കാലത്തിനാണ് ഞാൻ പറയുന്നത്. തൽക്കാലത്തിന് ഇവിടുത്തെ നമുക്കൊരു ബെഡ് വെച്ചിട്ട് നമുക്ക് കിടക്കാം. നമ്മൾ രണ്ടാമത്തെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ നിലയിൽ വെക്കുക. ഇത്ര എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇതെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് ഇത് നിങ്ങൾ മിക്കവാറും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പഠിച്ച സാധനം. ഇത് 5 1 2 3 ഇത്രയും. ഇപ്പൊ തന്നെ സംഭവം എന്താ നമുക്ക് മനസ്സിലായിണ്ടാവും. അങ്ങനെ ഗൈസ് ഇത് പണിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം എടുത്തു.
അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പെടുന്നാണ് ഇതന്നെ നമ്മൾ റെഡിയാക്കി. പ്രത്യേകിച്ചൊരു ഗുണമില്ല മനസ്സിലായി, പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് വീടാണ്. ഇനി ബാക്കിൽ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നൈറ്റായിട്ട് ഉറക്കം വരുന്ന. ഇനി നമ്മൾ ഇവിടുന്ന് എത്ര അങ്ങോട്ട് കൊണ്ടുപോകണം, ഇവിടുന്ന് എത്ര അങ്ങോട്ട് കൊണ്ടുപോകണം, മുകളിലേക്ക് എത്ര കൊണ്ടുപോകണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരെണ്ണം വെച്ചു, 2 3 4 5 6 7 8 9 10. ഇവിടുന്ന് 10 മതി. ഇനി അവിടെ എത്രയാണോ അത്രയാക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം വീട് പണി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ പിന്നിലാണ് നമ്മൾ വീട് ഇരിക്കുന്നത്, നമ്മൾ കാണിക്കാം. ഓക്കെ, 3 2 നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വലിയ മാറ്റം തോന്നില്ല, പക്ഷെ ഞാൻ ഉള്ളിലോട്ട് കയറി കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങോട്ട് നമ്മുടെ കിച്ചണാണ്. നമ്മൾ വാർത്തിട്ടില്ല, കിച്ചണിൽ വാർത്തു. ഇവിടെ നമ്മൾ കട്ടിൽ ഇവിടുന്ന് നമ്മൾ മാറ്റുന്നതായിരിക്കും. പിന്നെയുള്ളത് നമ്മൾ ടേബിള്, ഇത് ചെറിയ കുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ടേബിളിൽ ചായ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെസ്റ്റ്, ഇവിടെ 2 ചെസ്റ്റ് വെച്ചിട്ട് കപ്പ്, വെള്ളം, അങ്ങനത്തെ കുറച്ച് ഉച്ച ഐറ്റംസ് ഒക്കെ വെക്കും. എവിടെ ചെസ്റ്റ് എവിടെ ഇട്ട്? ഇവിടെ അല്ലേ? പക്ഷെ ഉണ്ടല്ലോ സാധാരണ വെച്ചത് ഇങ്ങനത്തെ ഓരോരോ കപപ്പെട്ടികളൊക്കെയാണ് അത്. അപ്പൊ ഇത് 2 എടുത്ത് വെക്കാം. ചിന്തല്ലോ ഇപ്പൊ തന്നെ കിട്ടി. ഒരു സാധാരണ വെച്ചു. ഓക്കെ, തുറന്നു. രാത്രിയായി. രാത്രിയാവാൻ സമയത്ത് ഞങ്ങള് ലൈറ്റ് ഒന്നും ഓണാക്കി ഇടൂല, കുഴപ്പമില്ല. അങ്ങനെ രാവിലെ ഇനി നമ്മള് മുകളിലേക്ക് പോകാൻ വഴി പണിയാം. ഇത് കാണിച്ചില്ല, വലിയ ചൂടൊന്നുമില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു ടൈലൊക്കെ ഇട്ട് മുകളിൽ അങ്ങനെ 2 അറ്റങ്ങളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ തൂക്കി, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫുഡ് കിട്ടും. നമ്മൾ വെള്ളവും സാധനങ്ങളൊക്കെ വെക്കും, ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കും. ഓക്കെ, പല വീടുകളിലും സൈഡിൽ കൂടെയാണ് കയറുക, പുറത്തു കൂടെയാണ് പലരും സ്റ്റെപ്പ് വെക്കുക. ഉള്ളിൽ നോക്കുന്നവരുണ്ട്, പുറത്തുനിന്ന് ഈ വേൾഡൊന്നും പോകല്ലേന്നുണ്ട്. എന്റെ ഫുള്ള് പ്രാർത്ഥനയും ഈ വേൾഡ് പോകല്ലേന്നാണ്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വാർക്കണം. ഇവിടെ ഈ കട്ടയും കൊണ്ടാണ് വാർക്കുക. എന്നിട്ട് ലൈറ്റ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്നിട്ട് പിന്നെയും അതവിടെ അങ്ങനെ ഗൈസ് നമ്മളെ വീട് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നമുക്ക് എന്തായാലും ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക്
അപ്പൊ നമുക്ക് മറ്റേ ഇതില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഇങ്ങനെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി. അതേപോലെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതിന് ഈ വെള്ളക്കട്ട ഇങ്ങനെ വെച്ചത്. ഇനി എനിക്ക് ചെയ്യാനുള്ള പണി വെച്ചാൽ ഞാൻ ഒരുപാട് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തില്ലാണ്ടെങ്കിൽ ഈ പണി എടുത്തു കഴിഞ്ഞാൽ തീരുന്നല്ല. അപ്പൊ പിന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ 15 മിനിറ്റിന്റെ വീഡിയോ ഇപ്പൊ എന്തായാലും 15 ആയിട്ടുള്ളൂ. ഈ 15 മിനിറ്റിന്റെ വീഡിയോ എപ്പോഴേ കൂടണ്ടാണ്. അപ്പൊ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കൊടുത്താൽ രസം ഉണ്ടാവുമോ? ഇങ്ങനെ ഇങ്ങനെ രസം ഉണ്ടാവും. ഇവിടെ ഒരു ഇറക്കം കൂടെ കൊടുക്കുന്നുണ്ട്. അവിടെ താഴെ നമുക്ക് ഇവിടെ എന്തായാലും നമുക്കൊരു സമര പണിയാണ്. ഇവ എങ്ങനെ പണിയുന്നു നോക്കണം. കാരണം ഇവിടെ ഞാൻ ഇത്ര ഇട്ടില്ലേ. എന്നാ പിന്നെ ഈ 3 മാത്രം കാണിച്ചിട്ടിട്ട് അതും എളുപ്പമാവുകയെ. നമ്മളൊരു വീട് പണി തുടങ്ങുന്ന സമയത്തേ നമുക്ക് ആദ്യം എന്തൊക്കെ ചിന്ത വേണമെന്നുള്ളത്. ഇപ്പൊ ഇത് കയറ്റിയല്ലേ, ഇത് കയറ്റി അത്ര മാത്രമേ എല്ലാ സ്ഥലത്തും കയറ്റി. ഈ മുകളത്തെ ഭാഗല്ലേ, ഇവിടെ എല്ലാ ഭാഗത്തും ഇത്രയും കയറ്റിയത്. പിന്നെ ഈ മുകൾ ഭാഗം എല്ലാ ഭാഗത്തും ഡോർ വെച്ചു. ശരി, ഇതിൽ നമുക്ക് ഈ ഒരൊറ്റ ലൈറ്റ് ഏരിയ മാത്രം പോരാട്ടോ. നമുക്കിനി നല്ലൊരു ഇത് വേണം. എന്താ പറയാ, ഇതിന്റെ ഞാൻ ഇനി ഇവിടെ ആയിട്ട് ഞാനൊരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ ആലോചിക്കുന്നുണ്ട്. എന്റെ മൈൻഡിൽ ഇപ്പൊ തൽക്കാലത്തിന് ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ, ഇവിടെ ഇങ്ങനെ ഒരെണ്ണം പണിയാൻ. ഇത് മാത്രമേ ഇപ്പൊ തൽക്കാലത്തിന് എന്റെ മൈൻഡിൽ ഉള്ളൂ. ഇനി ആ സ്വിമ്മിംഗ് പൂൾ അത് മാത്രമല്ല, ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് ഡെക്കറേഷനും കൂടെ ആലോചിക്കും. അതെന്താന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയണോ അല്ലേ വേണ്ട? ഇതിപ്പോ തൽക്കാലത്തിന് ഇത്രയും വീഡിയോ മതി. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ കൊടുക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു മാളവിക, അടുത്തൊരു മാളവികന്റെ ഗെയിമായിട്ട് വരുന്നവരെ ടാറ്റാ.